ഹലോ, എല്ലാവർക്കും നമസ്കാരം. സാൻസിയ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വലിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഞാനിന്ന് വലിയ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഞാൻ ഇന്ന് തേനുകുട്ടിക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നത് ഫുള്ളായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. അത് എല്ലാവരും അറിയണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. തേനുകുട്ടി പതിവ് പോലെ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. പകരം അവൾക്ക് ഇന്ന് കുറുക്കുണ്ടാക്കി കൊടുത്ത്. ആ കുറുക്ക് കഴിക്കാനാണ് കാണുന്നത്. രജനികാന്തിൻ്റെ ഏതോ ഒരു പാട്ടാണ് വെച്ചേക്കുന്നത്. അതും കണ്ട് കുറുക്ക് കുടിക്കാനാണ് കാണുന്നത്. ഇന്ന് കുറേ പഠിക്കാനുണ്ട്, കുറേ പെൻഡിങ് ഉണ്ട് വീഡിയോസ് കാണാനായിട്ട്. അത് കാരണം ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുകയാണ് പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തേൻകുട്ടിയുടെ മാമൻ വന്നിട്ടാ. അവൾ മാമനായിട്ട് മാമൻ ഫോൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമൻ്റെ റീൽസും കണ്ടിരിക്കലാണ് അവളെ പണി. മാമൻ വരുന്ന വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ മതിട്ടാ. അപ്പോഴത്തേനും വാതിലിൻ്റെ അവിടേക്ക് ഓടി അങ്ങോട്ട് ചെല്ലും ആൾ. ഭയങ്കര ഇഷ്ടമാണ് മാമനെ. എന്നിട്ട് മാമ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ആളുടെ പണി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തേനുകുട്ടി ഉറങ്ങിയിട്ടാ. ഉച്ചയ്ക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കാലും മാട്ടി കൊടുക്കണതാണ് കാണുന്നത്. അങ്ങനെ ഇത്തിരി നേരം ഒന്നുറങ്ങി. എന്നിട്ട് ഞാൻ അവളെ കിടത്തി എണീറ്റ് പോന്ന് ബാത്റൂമിലോട്ടൊന്ന് ചെന്ന് ഞാൻ ലൈറ്റ് ഓൺ ആക്കിയതേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേനും ഒരാൾ വാതിലും വന്ന് തട്ടി, അമ്മ എന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേനും ഊണയിക്കണ നേരമായപ്പോൾ ഞാൻ അവളെ ചോറ് കൊടുക്കണതാണ് കാണുന്നത്. ചോറ് എന്ന് പറഞ്ഞാൽ തേൻകുട്ടിക്ക് ഭയങ്കര മടിയാണ്. ചോറ് എടുക്കട്ടെ കഴിക്കാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും നോ എന്ന് പറയും. പക്ഷേ ഇന്നലെ എന്തോ അവൾ കഴിച്ച്. സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു. ചേട്ടൻ കഴിഞ്ഞ ദിവസം പഠിക്കാനായിട്ട് മേടിച്ചു തന്ന സ്റ്റഡി ടേബിളാണ് കേട്ടോ. അപ്പോൾ ആൾ അതുമ്മ പുതിയൊരു സാധനമാണല്ലോ. അപ്പോൾ പുതിയൊരു ഇതുള്ള കാരണം അതുമ്മ കയറിയിരിക്കുകയാണ് ആൾ. അതുമ്മ ഇരുന്നും കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഫുഡടി. ഇവിടെ മുതലാണ് ഇന്ന് യുദ്ധം ആരംഭിക്കണത് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞൊരു ബാഡ് ഡേ ആയിരുന്നു. കാലത്ത് തന്നെ ഞാനൊന്ന് പോയി വീണ്, കാല് മടങ്ങി വീണ്. അമ്മയാണ് വന്ന് എന്നെ പൊക്കി എണീപ്പിച്ച് ഇരുത്തിയത്. കാല് മടങ്ങി വീണിട്ട് ഞരമ്പൊക്കെ ഇങ്ങനെ തടിച്ച് ഇപ്പം തന്നെ മാറി. പക്ഷേ കുറേ കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും തേനുകുട്ടി കസാരമ്മ കയറി കളിക്കുമായിരുന്നു. അപ്പോൾ കസാര വന്ന് തേനുകുട്ടിയുടെ വിരലും അമങ്ങി. അപ്പോൾ ആളുടെ വിരലിൻ്റെ സൈഡിലൊന്ന് പൊട്ടി. ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. കുളിപ്പിക്കണ നേരത്തൊക്കെ ചെറുതായിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആൾ ഇടയ്ക്കിടയ്ക്ക് കാല് വേദന എടുക്കുമ്പോൾ കാല് കൊണ്ട് കാണിച്ചു തരും വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കൂടാണ്ട് ഇന്ന് അമ്മാമ്മ ഒന്ന് തെന്നി വീഴാനൊക്കെ പോയി. പക്ഷെ വീണില്ല, വീഴാൻ പോയി. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അങ്ങനെ ഇന്ന് എല്ലാവർക്കും ഓരോരോ ഇത്. മഴ ഒക്കെ കാരണം എന്തൊക്കെയോ ഭയങ്കര ഒരു മൂഡി ഫീൽ ഇന്ന്. ഞാനിന്ന് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് വന്നത്. നമുക്ക് ഇന്ന് സബ്സ്ക്രൈബേഴ്സ് 60 ആയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേനുകുട്ടിയുടെ ഒരു 2 ഉടുപ്പുണ്ട്. അത് നല്ല ഗ്രാൻഡായിട്ടുള്ള ഡ്രസ്സാണ്. ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അത് ഞാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഏതെങ്കിലും 2 പേർക്ക് കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി. അവർ കമൻ്റ് ഇടണം. കമൻ്റ് ഇടുന്നവരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ ഓരോ ഉടുപ്പ് വെച്ച് കൊടുക്കും. താല്പര്യമുള്ളവർ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഏതിലെങ്കിലും കമൻ്റ് ഇട്ടാൽ മതി. യൂട്യൂബിൽ മെയിനായിട്ട് ഇടാം. ഏതിലാണെന്ന് വെച്ചാൽ ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. അപ്പം മറക്കണ്ട, 500 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവണ ദിവസം കമൻ്റ് ചെയ്യുന്ന ഞാൻ 2 പേരെ സെലക്ട് ചെയ്തിട്ട് 2 പേർക്കും ഓരോ ഉടുപ്പ് വെച്ച് കൊടുക്കും. അത് അർഹതപ്പെട്ടവരായിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉടുപ്പല്ലേ, ഇനി നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമുക്ക് ചാരിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് അറിയിക്കാനുണ്ട്. തേനുകുട്ടിക്ക് വിഷുവിന് തേനുകുട്ടിയുടെ അച്ചമ്മ വിഷു കൈനീട്ടമായിട്ട് കൊടുത്ത പൈസ കൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഉടുപ്പ് മേടിച്ച്. നല്ലൊരു മിഡിയും ടോപ്പായിരുന്നു കേട്ടോ, ഒരു യെല്ലോ കളറ്.
അത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉടുപ്പ് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം കേട്ടോ. ഞാൻ അതിനകത്ത് ഒരു ലിങ്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ആ ഉടുപ്പ് ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് പ്രമോഷനൊന്നല്ല. കാരണം തേനുക്കുട്ടിക്ക് ആ ഉടുപ്പിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു ഉടുപ്പ് നമുക്ക് നമ്മളെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കി നോക്ക്. ആവശ്യമുള്ളവർ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ തേനിക്കുട്ടിയുടെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കാലെനിക്ക് വേദനിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആളതിൻ്റെ ഇടയിൽ വന്നിട്ട് എൻ്റെ കാലൊഴിഞ്ഞായിരുന്നാണ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളത് മുഖത്തും ആളുടെ കയ്യുമ്മലും കാലുമ്മലും ഒക്കെ തേക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ആളെല്ലായിടത്തും തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണിക്കണതില്ലേ, ഈ എണ്ണ തേക്കണ ഈ ആക്ഷൻ എക്സാക്റ്റ് തേനിക്കുട്ടിയുടെ അച്ചമ്മ രാവിലെ എണ്ണ തേക്കുമ്പോൾ കാണിക്കണതാണ് കേട്ടോ. അത് നേരെ കോപ്പി ചെയ്തിട്ട് കാണിക്കണതാണ് തേനിക്കുട്ടി ഈ എണ്ണ തേക്കണത് കേട്ടോ. പിന്നെ ആളെന്നോട് ചോദിക്കുകയാണ് അച്ചാച്ചൻ എവിടെ? അവൻ അച്ചാച്ചൻ പണിക്ക് പോയി, അച്ചമ്മ എവിടെ? അങ്ങനെ എല്ലാവരും എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേവൂട്ടി ചേച്ചി വന്നത്. ബെല്ലടിക്കുന്ന സൗണ്ട് ആയിട്ട് ദേവൂട്ടി ചേച്ചി. പിന്നെ രണ്ടാളും നല്ല കളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിൽ വന്നപ്പോൾ തുണികളൊക്കെ എടുത്ത് പുറത്തിട്ട് ബോബിയുടെ കൂടൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ താങ്ക് യു.